എന്താടാ ഇന്ന് താമസം? ആ നശിച്ച തള്ളയോട് വായിട്ട് അലച്ച് സമയം പോയെന്ന്. ഏതായാലും കൊള്ളാം. വർക്കിച്ചേട്ടൻ എന്തു പറയുമോ എന്തോ. ഇതും കൂടി ചേർത്ത് 4ാമത്തെ ഇടത്താ പണിക്ക് പോകുന്നത്. ഇതും കൂടി പോയാ മുജീബ് കയറി പണി ചെയ്യുമെന്ന്. ഞാനിപ്പോ വരെ. അടിപൊളി. പെരിയ കൊച്ചു കള്ളി. രാവിലെ നിന്നെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. അടുത്തൊന്നും ആരുമില്ല. ഒറ്റ ചാട്ടം ചാടി അങ്ങ് അടുത്തിയല്ല. അല്ല, എന്താ ഗിരീഷേട്ടാ പതിവില്ലാതെ? അല്ല, സ്മിത ഇവിടെ നിൽക്കുന്ന കണ്ടു. അപ്പൊ ചുമ്മാ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതെ, ഇന്ന് വെളുപ്പിനെ ഞാൻ സ്മിതയെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എന്ത് സ്വപ്നമാ കണ്ടത് ചേട്ടാ? അതൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് പറയാൻ കൊള്ളത്തില്ല. എന്നാ സ്വപ്നം നിറവേറ്റി തരട്ടെ? നേരാണോ? എങ്കി ഇവിടെ വെച്ച് തന്നോ? അത് വേണ്ട, എന്റെ വീട്ടിലോട്ട് വാ. വീട്ടിലോട്ടോ? ഓ എന്റെ അമ്മേ, വീട്ടിലേക്കോ? കോളടിച്ചു. കൂട്ടിൽ നിന്ന് ഞാൻ പൊളിച്ചടുക്കും. എന്റെ സമയം ഏകദേശം ശരിയായെന്ന് തോന്നുന്നു. ബക്കറ്റ് ഒക്കെ വേണേ ഞാൻ പിടിക്കാം കേട്ടോ. ഞാനിപ്പോ വരാം, നീ ഇവിടെ നിക്ക്. വർക്ക്ഷോപ്പിലെ പണി നല്ലൊരു വഴിക്ക് പോകുമ്പോഴാ വർക്കിച്ചേട്ടന്റെ വർക്ക്ഷോപ്പും. നീ പോയാടെ നട്ടുമോട്ട് മുറുക്കി കൊടു. ഞാൻ ദേ പോയി ദാ വന്നു. എന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് മോനെ. വായി മുളിച്ച് നിൽക്കാതെ പണിക്ക് പോടാ. വർക്ക്ഷോപ്പ് മിക്കവാറും ഇടി ഷോപ്പായിട്ട് മാറും. ആരും ഇല്ലെന്ന് തോന്നുന്നു. പൊക്കമില്ലാത്ത പറ്റി. ഇത്രയും പെട്ടെന്ന് സെറ്റാകുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. പെട്ടെന്ന് കേറങ്ങോട്ട്. കഥ വളച്ചേ. ചെരുപ്പും കൂടെ എടുത്തേക്കാം. പട്ടി എടുത്തോണ്ട് പോയാൽ ഇനി തെളിവിന് അത് മതി. ആരുമില്ലല്ലോ, ഭാഗ്യം. ഓ എന്തിനാ അടുക്കളയിലോട്ട് പോന്നേ? കാപ്പി പിന്നീടാ. എന്തിനാ മുളക് പൊടി കിട്ടാൻ നീറു വന്ന്? അയ്യോ ഇവൊക്കെ ഭ്രാന്താണ്. അയ്യോ ഓ ചെരുപ്പുള്ളത് ഭാഗ്യം. മുഖത്ത് വീണില്ല. കെട്ടി നാറി ചറ്റ പട്ടി. അമ്മേ പുകഞ്ഞു നീറുന്നേ. അയ്യോ പടുക്കാനും മുട്ടുന്നേ. അവന് പോയിട്ട് കാണുന്നില്ലല്ലേ. എന്നാലും അവനവിടെ പോയതോ? നീ വല്ലതും സംഭവിച്ചു കാണൂ. അയ്യോ അയ്യോ കാലടിപ്പിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം കൂടെ പറഞ്ഞു പോയോ എന്റെ അമ്മോ. പറ്റിയതൊന്നും പറയാ. വലിയ പറ്റക്കവാ പറ്റിയത്. എന്റെ സൂനയെല്ലാം അവള് മുളക് പൊടി ഇട്ട് കരിച്ചു കളഞ്ഞോളാ. അവക്ക് ഭ്രാന്താടാ. അവക്ക് ഭ്രാന്തോ? അവളെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിക്ക് അവള് ഇവിടെ മാത്രം മുളക് പൊടി ഇടാൻ എന്താ കാരണം എനിക്കറിയത്തില്ല. നീ ഇവിടെ നില്ലേ, ഞാൻ എഞ്ചിൻ ഒന്ന് തണുപ്പിച്ചിട്ട് വരട്ടെ. അയ്യോ കണ്ടിലും വരട്ടെ. കണ്ടും നീറുന്നേ. ഭ്രാന്തായതാണ്. അയ്യോ എന്താടാ കുഴപ്പത്തിന്? ആനോട്ടോ. മുതലാളി ഉണ്ടോ എന്തോ? ആ മുതലാളി ഉണ്ട്. നല്ല മനസ്സായിരിക്കണേ. ഇതാരാ? ഇവനേതാ? മുതലാളി മുതലാളി അല്ല, ഇതാരാ? വാ വാ ഇരിക്കണം. താങ്ക്സ് മുതലാളി. കുടിക്കാൻ ചായയോ ഡ്രിങ്ക്സോ? ഒന്നും വേണ്ട മുതലാളി. എഴുന്നേക്കണം. 12 മണിക്ക് കയറി വന്നിരിക്കുന്നു. നിനക്ക് ഇപ്പോഴാണല്ലോ നേരം വെളുത്തത്. ഇന്ന് എഞ്ചിനീയർമാരുമായിട്ടുള്ള മീറ്റിംഗ്. നീ കാരണം അതില്ലാതായി. ഇപ്പൊ എഴുന്നള്ളി വന്നിരിക്കുക. ഇറങ്ങിക്കോണം ഇവിടുന്ന്. മേലാലി ഭാഗത്ത് കണ്ടുപോയേക്കരുത്. വല്ല പെണ്ണുങ്ങളുടെ പറയാ നടക്കുക. കുറെ നാളായി നീ വേലത്തരം കാണിക്കാൻ തുടങ്ങിയിട്ട്. ദേ നിനക്ക് പകരം ഞാൻ വേറെ ആളിനെ വെച്ചിട്ടുണ്ട്. ഇനിയും നിന്റെ ആവശ്യമില്ല. മുതലാളി എന്തോന്ന് മുതലാളി? ഇറങ്ങിപ്പോ വെളിയിൽ. നോക്കിയാളെ കഴിയടാ. ഞാൻ മനസ്സിൽ വിചാരിച്ചു നിനക്ക് ഈ ഗതി വരും. വെച്ചിട്ടുണ്ട്. എടാ തണ്ടി, കഴിവ്, നല്ല കഴിവ്. എൻ്റെ ഗതി നിനക്കും വരും. ഞാനും ഒരിക്കൽ മുതലാളിയാവും. വർക്കിച്ചേട്ടാ ഞങ്ങൾ വരുവാ. അയ്യോ വർക്കിച്ചേട്ടാ അങ്ങനെ പറയല്ലേ. വർക്കിച്ചേട്ടാ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വരും. അയ്യോ ഇപ്രാവശ്യം അങ്ങനല്ല, ഒരബദ്ധം പറ്റിയതാ വർക്കിച്ചേട്ടാ. ഞങ്ങൾ നാളെ വരും. അല്ല ഇന്ന് വരും.
ചേട്ടാ അങ്ങനെ പറയല്ലേ, കഷ്ടമുണ്ട്. വർഗീച്ചൻ എന്ത് പറഞ്ഞു? നിന്റെ എരിച്ചിലൊക്കെ മാറിയോ? അത് 2 ദിവസം പിടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവിടെ പുറകെ പോയിരുന്നു. അവസാനം പണിയും പോയി. എടാ അവള് സ്നേഹത്തോടെ വിളിച്ചിട്ട് ഇങ്ങനെ പണി തരാനാന്ന് ഞാൻ അറിഞ്ഞോ? ഇപ്പൊ എന്തായി? ജോലിയും പോയി, സമയവും നഷ്ടം. നിങ്ങളെന്താ ഇവിടെ? എടാ അജി, നീ ഒന്ന് പണിക്ക് പോയില്ലേ? അവിടെ നിന്ന് ആ പണിയും പോയി കിട്ടി. അതെന്ത് പറ്റി? ഓ, എഴുന്നേക്കാൻ താമസിച്ചു. പിന്നെ അച്ഛനോട് ഓശാന പാടിയപ്പം സമയം പോയത് അറിഞ്ഞതുമില്ല. പോരാത്തതിന് ഇറങ്ങിയപ്പോ കണി കണ്ടത് ആ അമ്മൂനെയാണ്. ആ അമ്മൂമ്മനെ കണി കണ്ട ഇന്നത്തെ കാര്യം പോയി കിട്ടി. അല്ല, നിങ്ങളെന്താ ഇവിടെ? അളിയന്റെ ഷർട്ട് എവിടെ? ഷർട്ടിന് ഭയങ്കര ക്ഷീണം. ദോ ഉറങ്ങാൻ കിടക്കുന്നു. ചുമ്മാ ഇവൻ രാവിലെ ഒരുത്തിയുടെ പുറകെ മണം പിടിച്ച് പോയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് പണി വല്ലതും കിട്ടുമെന്ന്. ആര്? ആ സ്മിത. അവക്ക് പ്രാന്തടാ, പ്രാന്ത്. ദോഷം പറയരുത്. അവള് തല തറവാട്ടി പിറന്ന അന്തസ്സുള്ള 1-ാം തരം മുതു പ്രാന്തി. അത് ശരി, അത് ഇവരെങ്ങനെ മനസ്സിലായി? പുകച്ചില് മാറി. ഇവനെ വിളിച്ചോണ്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവന്റെ ആസനത്തിൽ മുളക് പൊടി വാരിയിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട്? അത് ഓർമ്മിപ്പിക്കലടാ പിന്നെ. അവസാനം ഈ പുഴ ചാടി അവന്റെ ആസനത്തിന് നീറ്റല് മാറ്റിയത്. അപ്പൊ അവക്ക് വട്ടായിരുന്നല്ലേ? കണ്ടാ പറയത്തില്ല. അവക്ക് വെറും വട്ടല്ല, ഒടുക്കത്തെ വട്ട. ഇനി എന്തായാലും വർക്കിച്ചാന്റെ വർക്ക്ഷോപ്പിൽ ചെന്നാ പണിക്കെടുക്കത്തില്ല. വേറെ വല്ല പണിയും നോക്കണം. അതാ നല്ലത്. അപ്പം പണി പോയി. ക്ഷീണം മാറ്റാൻ കുട്ടപ്പന്റെ കടയിലോട്ട് പോയാലോ? എന്തിനാ? പണി പോയ കാര്യം പറഞ്ഞവന് ചിരിക്കാനാ? എപ്പം പാട്ടാന്ന് ചോദിച്ചാൽ മതി. അവൻ നേരത്തെ അറിഞ്ഞാണ്. നീ വാ. നിക്ക്, ഞാൻ ഈ ഷർട്ട് ഒന്ന് എടുത്തോട്ട്. ദേ അവിടെ പോയി എനിക്ക് സംഭവിച്ചൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മൊത്തം ഒന്നാറും. അതൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വാ. ഞങ്ങളെ മിണ്ടില്ല. പോരെ? അത് മതി. മുളകുപൊടി മൊത്തം ബാക്കിയുള്ള അന്വേഷണം ജോലിയും പോയി. വൃത്തിക്കാടാ. എന്തോ ചെയ്യണം. പെട്ടെന്ന് അടയങ്ങോട്ട്. ഇത് പൊറാട്ടയാണോ റബ്ബറാണോ? ആശാനെ എന്താ ആശാനെ കാണിക്കുന്നത്? അയ്യോ, ഇത് ഞാനൊന്ന് കഴിക്കാൻ നോക്കുക. അതിനെ കഴിച്ചൂടെ? ഈ പൊറോട്ടയുടെ ആണ് ആശാന്റെ കളരി. അതിനിത് പൊറോട്ടയല്ലല്ലോ, റബ്ബറല്ലേ? ദേ എന്റെ ആശാനെ, ദേ രാവിലെ എന്റെ പൊറോട്ട കളിയാക്കരുത്. രാവിലെ മെനക്കെടുത്താനായിട്ട് എത്തിയല്ല പറ്റിയാര്. റപ്പ ഇന്ന് മെഡിക്കൽ സ്റ്റോർ തുറന്നില്ലേ? തുറന്നായിരുന്നു, ചായ കുടിക്കാൻ ഇറങ്ങിയത്. ആശാനെന്താ പൊറോട്ടയോടൊരു മൽപ്പിടുത്തം? അതെ, കുട്ടപ്പായുടെ പൊറോട്ടയല്ലേ, അപ്പൊ ഇച്ചിരി ബാസിൽ പിടിക്കേണ്ടി വരും. എന്തൊരു ചൂട്. ഇന്ന് പണിയൊന്നും ഇല്ലയോ? ഇന്നത്തെ പണിയും പോയി, 8ന്റെ പണിയും കിട്ടി. ഇനി പുതിയ പണി വല്ലതും നോക്കണം. അങ്ങനെ ആ പണിയും പോയി കിട്ടി. ഇതിനെന്തോ ഇത്ര ചിരിക്കാൻ? ചുമ്മാതല്ല നിങ്ങളെ വീക്കെന്ന് വിളിക്കുന്നത്. ദേ കുട്ടപ്പ, ശവത്തെ കുത്തരുത്. എല്ലാവരും വീക്കെ വെക്കെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ വീക്കകളാണെന്ന്. എന്റെ ഭാര്യയും പറഞ്ഞു ഒരു വീക്കകളാണ്. എന്ത് കുന്തരാണ്ടുവാ. വീക്കെ എന്ന് പറഞ്ഞാൽ വെറും കുണ്ടികൾ. അതെന്തോ കുണ്ടി? വെറും കുണ്ടി. ഒരു പണി ഇല്ലാത്തവരെ ഇങ്ങനെയാ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇങ്ങനെ ഒരു പേര്. ഇവരെയൊക്കെ അങ്ങനെയാ വിളിക്കുന്നത്. കുട്ടപ്പ, നീ അകത്ത് പോയി ചായ എടുത്തോണ്ട് വന്നേ. എന്നാ വീക്കെ എടുക്കാം. എന്റെ കുട്ടപ്പ, നീ ഒന്ന് പതിയെ പറ. വഴിയെ പോകുന്ന പെണ്ണുങ്ങളാണ് കേട്ടോണ്ട് പോയ നാണക്കേടാന്ന്. ഞങ്ങക്ക് കുട്ടപ്പ, എന്നെ കട്ടപ്പയാക്കരുത് കേട്ടോ. ഓ, ഈ പൊറോട്ടയുടെ ഞാൻ തോറ്റ്. അല്ലാസാനെ പോവാന്നോ? മതിയായേ എൻ്റെ ഒരു പൊറോട്ട. ഓ അതെ, പറ്റില്ലെന്നും പറ്റ്. ആ, നിങ്ങളെ പണിയിൽ നിന്നും പറഞ്ഞു വിട്ടതാണോ അതോ രാജിക്കത്ത് കൊടുത്തതാണോ? രാജിക്ക് കത്ത് കൊടുത്തതല്ല വിഷയം. രാജിയുടെ അമ്മയോടൊരു ഉമ്മ ചോദിച്ചതാണ് വിഷയം. ആണി വെച്ച ചെരുപ്പായിരുന്നു. എന്നാ വേദന. നമസ്കാരം. എന്റെ മെമ്പറെ, ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയല്ലോ. പഞ്ചായത്ത് മെമ്പർ ആയപ്പം നമ്മളെയൊക്കെ അങ്ങ് മറന്നു. ഓ, അതൊന്നുമല്ല. പിന്നെ മെമ്പറെ, എന്തായി എന്റെ കാര്യം? എന്താകാൻ? ഓ, ഒന്നും അറിയാത്ത പോലെ തമാശകളോ മെമ്പറെ. എന്റെ പെണ്ണിന്റെ കാര്യം എന്തായി? ഞാനെന്തോ മാമയോ? നിന്റെ ഒക്കെ എന്തുവാടേ വെച്ച്. പിന്നെ ഒരു പെണ്ണുണ്ട്, ഇപ്പൊ പോയാ കാണാം. നിങ്ങൾ ഇവിടെ കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. എങ്കിൽ പിന്നെ സമയം കളയുന്നത് എന്തിന്? വാ, പോയേക്കാം. അപ്പൊ ചായ ഇവിടുത്തെ വാട്ട ചായ എന്തിനു കുടിക്കുന്നു? പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ നിന്ന് കുടിക്കാം. അതാണ് പോയിട്ട് ചായ പോയി.